ഓണത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഓണസദ്യ. തെക്ക് നിന്നും വടക്ക് വരെയുള്ള സദ്യ വിഭവങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും സദ്യയ്ക്കായി പൊതുവെയുള്ള വിഭവങ്ങളുണ്ട്. സദ്യ തയ്യാറാക്കിയാൽ മാത്രം പോരാ, ഇവ വിളമ്പുന്ന കാര്യത്തിലും ചില ചിട്ടവട്ടങ്ങളുണ്ട്. വാഴയിലയിൽ, അതും നാക്കിലയിൽ, അതായത് തുമ്പുള്ള ഇലയിലാണ് സദ്യ വിളമ്പേണ്ടത്. ഉണ്ണേണ്ടത് ചമ്രം പടഞ്ഞിരുന്ന് നിലത്താണ്. വാഴയിലയിൽ തന്നെ തുടങ്ങാം. സദ്യയുടെ ഇലയിടുന്നതിനും രീതിയുണ്ട്. ഇലയുടെ തുമ്പ് കഴിക്കുന്നയാളുടെ ഇടതുവശത്തായിരിക്കണം. സദ്യയിലെ ഓരോ വിഭവങ്ങൾക്കും അതിൻ്റെതായ സ്ഥാനമുണ്ട്. ആദ്യം വിളമ്പേണ്ടത് ഉപ്പാണ്. എന്നിട്ട് ഇലയുടെ ഇടത്തെ അറ്റത്ത് ഉപ്പേരി വിളമ്പും, അതായത് കായ വറുത്തതും ശർക്കര വരട്ടിയും. ചിലയിടങ്ങളിൽ ചേന വറുത്തതും ഉണ്ടാകും. പിന്നീട് ചെറിയ 2 പഴവും രസകദളിയാണ് സദ്യയ്ക്ക് ഉപയോഗിക്കുക. പപ്പടം, പിന്നീട് ഇഞ്ചിക്കറി, നാരങ്ങാക്കറി, മാങ്ങാക്കറി പോലെയുള്ള തൊട്ടുകറികൾ വിളമ്പുന്നു. ഇലയുടെ വലത്തേ അറ്റത്തായി അവിയൽ വിളമ്പുന്നു. ഇതിനടുത്തായി തോരൻ വിളമ്പുന്നു. സമീപത്തായി കിച്ചടി, പച്ചടി കൂട്ടുകൾ വിളമ്പണം. ഇതേ തുടർന്ന് കൂട്ടുകറി, കാളൻ, ഓലൻ എന്നിവ വിളമ്പും. ഇലയ്ക്ക് നടുവിൽ ചോറും വിളമ്പും. ചോറിനൊപ്പം നെയ്യും പരിപ്പുമൊഴിച്ച് കഴിക്കാം. പപ്പടവും കൂട്ടും. ശേഷം സാമ്പാർ നടുവിലൊഴിച്ച് ചോറുണ്ണുന്നു. ഒപ്പം ബാക്കിയുള്ള കറിയും കൂട്ടുന്നു. അതിനുശേഷം പൊതുവെ മോരോ രസമോ ചേർത്ത് വീണ്ടും ചോറുണ്ണാം. ചിട്ടയനുസരിച്ച് പായസം കഴിച്ച ശേഷമാണ് മോര് ചേർത്ത് കഴിക്കേണ്ടത്. എന്നാൽ ഈ ചിട്ടയനുസരിച്ച് കഴിക്കുന്നത് കുറവാണ്. പായസമാണ് അവസാനം കഴിക്കുക. പഴം ഇതിനെല്ലാം അവസാനമാണ് കഴിക്കുക. ചിട്ട നോക്കിയാൽ 3 വട്ടമാണ് ചോറുണ്ണുക. ആദ്യം നെയ്യും പരിപ്പും, ശേഷം സാമ്പാറും മറ്റു കറികളും, അവസാനം മോര് എന്നിങ്ങനെ പോകുന്നു. അടുത്തതായി പായസം. പായസത്തിന് തന്നെ 2 വിഭാഗത്തിൽപ്പെട്ടവയുണ്ട്. അതായത് ശർക്കര, പാൽ എന്നിവയാണ് ചിട്ട. പ്രഥമൻ സദ്യക്ക് പ്രധാനമാണ്. ഇത് പരിപ്പോ അടയോ പഴമോ എന്തുമാകാം. സദ്യക്ക് ശേഷം ഇല മുന്നോട്ട്, അതായത് ആൾ ഇരിക്കുന്നതിന് വിപരീത ദിശയിലേക്കായി പകുതി മടക്കി വെക്കണം. കഴിക്കേണ്ട രീതി എന്താണെന്ന് നോക്കാം. ഓണസദ്യ ഒരു സമീകൃത ആഹാരമാണ്. എല്ലാത്തരം പച്ചക്കറികളും സദ്യയിൽ ഉപയോഗിക്കുന്നു. കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻ, പ്രോട്ടീൻ തുടങ്ങിയ എല്ലാവിധ ധാതു ലവണങ്ങളും സദ്യയിൽ അടങ്ങിയിട്ടുണ്ട്. ആരോഗ്യത്തിനൊപ്പം സ്വാദം ലഭിക്കണമെങ്കിൽ സദ്യ കഴിക്കേണ്ട രീതിയിൽ തന്നെ കഴിക്കണം. മധുരം, പുളി, ഉപ്പ്, എരിവ്, കയപ്പ്, ചവർപ്പ് എന്നിവയാണ് ആ 6 രസങ്ങൾ. ഇതേ ക്രമത്തിൽ തന്നെയാണ് നാം ആഹാരം കഴിക്കേണ്ടതും. എല്ലാ വിഭവങ്ങളും വിളമ്പി തീരുന്നതുവരെ കാത്തിരിക്കണം. കണ്ണുകൾ കൊണ്ട് ആദ്യം സദ്യ ആസ്വദിക്കണം, ഒപ്പം മണവും. എന്നിട്ട് വേണം കഴിച്ചു തുടങ്ങാൻ. സദ്യയിൽ ആദ്യം തന്നെ കഴിക്കേണ്ടത് ശർക്കര വരട്ടിയും കായ് വറുത്തതുമാണ്. ശർക്കര വരട്ടിയിലെ മധുരം നാവിലെ എല്ലാ രസമുകുളങ്ങളെയും ഉണർത്തും. ചുക്കുപൊടിയും വറവിലെ ഉപ്പും ദഹനേന്ദ്രിയങ്ങളെയും കൂടി ഉണർത്തും. അടുത്തത് ചോറിലേക്ക് കടക്കാം. നെയ്യും പരിപ്പും കൂട്ടിയാണ് ആദ്യം ചോറ് കഴിക്കേണ്ടത്. നെയ്യ് അഗ്നിയെ ഉത്തേജിപ്പിക്കുന്നു. അഗ്നിയാണ് ദഹനം ഉണ്ടാക്കുന്നത്. ശേഷം പുളിയിഞ്ചി കൂട്ടണം. മധുരവും ഇഞ്ചിയും കഴിക്കുന്നത് ദഹനേന്ദ്രിയത്തെ ഉത്തേജിപ്പിക്കും. പുളിയിഞ്ചിക്ക് ശേഷം മധുരമുള്ള കറികൾ ആദ്യം കൂട്ടണം. പൈനാപ്പിൾ പച്ചടി ഉണ്ടെങ്കിൽ അതിൽ തുടങ്ങാം. പിന്നീട് കൂട്ടുകറി, അതിലും ശർക്കരയുടെ മധുരമുണ്ട്. അടുത്തത് മത്തൻ എരിശ്ശേരി കഴിക്കണം. അല്ലെങ്കിൽ കാളനും അവിയലും പച്ചടിയും എരിശ്ശേരിയും മാറി മാറി കഴിക്കാം. ഏത് കറി കഴിച്ചാലും ഒരൽപ്പം ഓലൻ കഴിച്ചിട്ടേ മറ്റൊരു കറി കഴിക്കാവൂ. ഓലൻ കഴിക്കുമ്പോൾ നാവ് വൃത്തിയാകും. അതിനാൽ ഓരോ കറികളുടെയും യഥാർത്ഥ രുചി ആസ്വദിക്കാം. മധുരവും പുളിയും ഉള്ള കറികൾ കഴിഞ്ഞാൽ അടുത്തത് ഉപ്പും എരിവുമുള്ള വിഭവങ്ങളാണ്. അച്ചാർ, പച്ചടി, തോരൻ, ഇലവർഗ്ഗങ്ങൾ എന്നിവ കഴിക്കാം. കയ്പുള്ളതും ചവർപ്പുള്ളതുമായ കറികൾ പൊതുവെ കുറവാണ് സദ്യ. ചോറും സാമ്പാറും കഴിഞ്ഞാൽ ചോറും രസവും കഴിക്കാം. ശേഷം പായസം കഴിക്കാം. പായസത്തിന് ശേഷം മോര് കൂട്ടി വീണ്ടും ചോറ് കഴിക്കണം. വയറിന്റെ രക്ഷകനാണ് മോര്. ദഹനം ശരിയായി നടക്കാനും മധുരത്തിന്റെ ആലസ്യം കുറയ്ക്കാനും അവസാനം മോര് കൂട്ടി ഉണ്ണണം. അച്ചാറും തോരനും ലേശം ബാക്കി വെച്ചാൽ മോരിനൊപ്പം കഴിക്കാം. ഏറ്റവും ഒടുവിൽ ഒരു പഴം കൂടി കഴിച്ചാൽ ഇല മടക്കാം. സദ്യക്കിടയിൽ ചൂടുവെള്ളം കുടിക്കുന്നതാണ് നല്ലത്.